എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു സജീവൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ റെയിൽവേ നടത്തിയ പരീക്ഷകളിൽ നിന്നും പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ ഭാഗത്തു നിന്നും പ്രധാനമായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, പിന്നെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് അതിൽ നിന്നും എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഹിസ്റ്ററിയുടെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തി. നിങ്ങൾ ആ വീഡിയോ ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് ഉത്തരം കമൻ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഈ ഫ്രീ സീരീസ് കണ്ടിന്യൂ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ അതൊരു തെറ്റാണ് അല്ലേ? ഇത്രയും ക്വാളിറ്റി ആയിട്ട് കണ്ടന്റ് നിങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് വരികയല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക്, മറ്റുള്ള ആസ്പിറൻസിലേക്ക് ഈ ചാനൽ എത്തിച്ചു കൊടുക്കുക. ഈ ക്വാളിറ്റി കണ്ടന്റ് അവർക്കും ലഭിക്കട്ടെ കേട്ടോ. പിന്നെ എല്ലാ വീഡിയോയുടെ താഴെയും ചോദിക്കുന്ന ചോദ്യമാണ് സൈലം SSC ആൻഡ് RRBയുടെ കീഴിൽ ഏതൊക്കെ ബാച്ചുകളിലേക്കാണ് അഡ്മിഷൻ പോകുന്നതെന്ന്. ഇപ്പം 3 ബാച്ചുകളിലേക്കാണ് അഡ്മിഷൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് RRBയുടെ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ബാച്ചാണ്. രണ്ടാമത്തേത് RRBയുടെ RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കുള്ള ബാച്ചാണ്. മൂന്നാമത്തേത് സൈലം CGL ഓഫീസേഴ്സ് ബാച്ചാണ്. SSCയുടെ CGL ഓഫീസേഴ്സ് ബാച്ചാണ്. സോ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ALP വരുന്നത് 3999-നാണ്. RPF വരുന്നത് 2999, CGL വരുന്നത് 5999 ബാച്ചാണ്. ഓർത്തിരിക്കേണ്ട കാര്യം, ഇതൊന്നും റെക്കോർഡഡ് വീഡിയോസ് അല്ല, എല്ലാം ലൈവായിട്ടുള്ള, നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന ലൈവ് ഓൺലൈൻ സെഷൻസ് ആണ്. ഇതെല്ലാം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളൊരു സീരിയസ് ആസ്പിറന്റ് ആണെങ്കിൽ ഒരു സ്ട്രിക്റ്റ് പ്ലാൻ, ഡേ ടു ഡേ പ്ലാൻ വെച്ചിട്ട് ക്ലാസ് അതിനനുസരിച്ച് അറ്റൻഡ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് ഈ വർഷം തന്നെ പരീക്ഷ എഴുതി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെല്ലാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ബാച്ചിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ ഷെഡ്യൂളിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ നോട്ട് ചെയ്യുക: 9995-100-800. ഒന്നുകൂടെ പറയാം: 9995-100-800. ക്ലിയർ ആണല്ലോ? ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ എല്ലാ തവണത്തെയും പോലെ ചോദ്യങ്ങളിലൂടെ ക്ലാസ്സിലേക്ക് പോകാം. ഈ ചോദ്യങ്ങളുടെ ഉത്തരം എനിക്ക് കമന്റ് ബോക്സിൽ കിട്ടണം. 3 വ്യക്തികളാണ്. 3 വ്യക്തികൾ. 1, 2, 3. ആരൊക്കെയാണ് ഇവർ? നിങ്ങൾ പലപ്പോഴായിട്ട് കണ്ട് എവിടെയോ, ചിലർ മറന്നിട്ടുണ്ടാവില്ല, ചിലർക്ക് പരിചയമുള്ള ഫേസുകളാണ്. അപ്പൊ പേരറിയാമെങ്കിൽ എൻ്റെ കൂടെ പറയുക. ഒന്നാമത്തെ വ്യക്തി ആരാണ്? പറഞ്ഞേ. ചന്ദ്രശേഖർ ആസാദ്. രണ്ടാമത്തെ വ്യക്തിയെ പറഞ്ഞേ. ചിത്തരഞ്ജൻ ദാസ്, CR ദാസ്. കേട്ടോ, CR ദാസ് അല്ലെങ്കിൽ ചിത്തരഞ്ജൻ ദാസ്. മൂന്നാമത്തെ വ്യക്തി പറഞ്ഞേ. അരബിന്ദോ ഘോഷ് അല്ലെങ്കിൽ മലയാളത്തിൽ അരവിന്ദ ഘോഷ് എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 3 വ്യക്തികളെ പറ്റി നിങ്ങൾക്കറിയാവുന്ന ഓരോ കാര്യങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ചില ആൾക്കാർ വീഡിയോ കണ്ട് കമന്റ് വായിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടല്ലേ. ചിലപ്പോൾ നിങ്ങളും ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണ് പലപ്പോഴും. അപ്പോൾ അവർക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടട്ടെ. നമ്മുടെ കമന്റ് ബോക്സിൽ നിന്നും വരാൻ പോകുന്ന പരീക്ഷകൾ ഇൻഫർമേഷൻ അവർക്ക് കിട്ടട്ടെ. അപ്പോൾ ചന്ദ്രശേഖർ ആസാദ്, CR ദാസ്, അരബിന്ദോ ഘോഷ്, 3 പേരെ പറ്റി നിങ്ങൾക്കറിയാവുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ചെയ്യുക, നോട്ടാണ്, നോട്ട് എ പവർ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആരാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്? നമുക്കറിയാം, ദ്രൗപദി മുർമു അല്ലേ? ദ്രൗപദി മുർമു. സോ ഈ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പവറിൽ വരാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. 1, ഡിക്ലെയറിംഗ് നാഷണൽ എമർജൻസി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം അതൊരു പ്രസിഡന്റിന്റെ പവറാണ് അല്ലേ? ആർട്ടിക്കിൾ 352, 356, 360 ഇതെല്ലാം നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. പ്രസിഡൻഷ്യൽ റൂള്, നാഷണൽ എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്കറിയാം അത് പ്രസിഡന്റിന്റെ പവറാണ്. അപ്പൊ നോട്ട് എന്നാ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ അല്ല, കാരണം അത് പ്രസിഡന്റിന്റെ പവറാണ്. 2, അപ്പോയിന്റ്മെന്റ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. 3ലേക്ക് വരാം. അപ്പോയിന്റ്മെന്റ് ഓഫ് ദ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? അതും എനിക്ക് കമന്റ് ആയിട്ട് വേണം. ഇന്ത്യയുടെ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ആരാണ്? അദ്ദേഹം ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്?
അദ്ദേഹം ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? ഈ വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി എല്ലാവരും വന്ന് 6 മാസം 8 മാസമൊക്കെ നിന്നിട്ട് പോകും. കുറച്ച് കാലത്തേക്ക് സെർവ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ആണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹം ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ചീഫ് ജസ്റ്റിസ് ഇന്ത്യക്ക് എത്ര പേരുണ്ട്? ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതിയേ ഉള്ളൂ, അതിനൊരൊറ്റ ചീഫ് ജസ്റ്റിസേ ഉള്ളൂ. അത്രയും പരമപ്രധാനമായ പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് വരുന്നത് ആരുടെ ഓഫീസിൽ നിന്നുമാണ്? പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നുമാണ്. പ്രസിഡന്റിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ല, അതൊക്കെ ജുഡീഷ്യൽ കൊളീജിയം എന്ന് പറയുന്ന സാധനമുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് വീണ്ടും നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അടുത്തത് അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്, അതായത് സംസ്ഥാനങ്ങളിലേക്ക് ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? നമ്മൾ ഓരോ തവണ കേട്ടിട്ടുണ്ട് ഗവൺമെന്റ് മാറി വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ തവണ ഗവൺമെന്റ് മാറി വരുമ്പോഴും ചില സ്റ്റേറ്റുകളിൽ നിന്ന് ഗവർണർമാരെ മാറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. പ്രസിഡന്റ് കേന്ദ്രത്തിൽ എന്താണോ അതിന് തത്തുല്യമായിട്ടൊരു പോസ്റ്റാണ് ഗവർണർ സംസ്ഥാനങ്ങളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അത്ര പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ്. ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ഓർത്തിരിക്കുക, പ്രസിഡന്റ് ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം ബി ആണെന്ന് ഏകദേശം മനസ്സിലായി. സി, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്, ഇന്ത്യയിൽ ഇന്ന് 28 സംസ്ഥാനങ്ങളുണ്ട് അല്ലേ? അതിന് മുഖ്യമന്ത്രിമാരുണ്ട്. പലപ്പോഴായിട്ട് അവർ മാറി വരുന്നുണ്ട്. സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ് ആര്? ഗവർണർ. അപ്പൊ ഈ ചീഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ചീഫ് മിനിസ്റ്റേഴ്സിനെയും അദ്ദേഹത്തിന്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ഗവർണർമാരാണ്. അതായത് സ്റ്റേറ്റുകളിലെ ഗവർണർമാരാണ്. അത് പ്രസിഡന്റിന്റെ പവർ അല്ല. അപ്പൊ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി. കേട്ടോ, ഓപ്ഷൻ ബി. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ നോട്ട് ചെയ്യുക. ആർട്ടിക്കിൾ 52 to 78, ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്, പാർട്ടുകളുണ്ട്. അതിൽ 5ാമത്തെ പാർട്ടിൽ, പാർട്ട് 5-ൽ ആർട്ടിക്കിൾ 52 മുതൽ ആർട്ടിക്കിൾ 78 വരെ പറയുന്ന കാര്യം എന്താണ്? ആ കാര്യമാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എന്താണ്? യൂണിയൻ എക്സിക്യൂട്ടീവ്. യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു അംബ്രല ടേമാണ്, ഒരു വലിയ ടേമാണ്. അതിൽ ആരൊക്കെ വരും? അതിൽ വരുന്നവരാണ് പ്രസിഡന്റ്, പിന്നെ വൈസ് പ്രസിഡന്റ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതിനുശേഷം അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോ ഓഫീസർ എന്ന് നമുക്ക് പറയാം. കേന്ദ്ര ഗവൺമെന്റിനൊക്കെ കേസുകളിൽ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയുടെ പേരാണ് നോട്ട് ചെയ്തുകൊള്ളുക, ആർ വെങ്കട്ടരമണി. എന്താ പേര്? അദ്ദേഹത്തിന്റെ പേര് ആർ വെങ്കട്ടരമണി. ആർ വെങ്കട്ടരമണി. കേട്ടോ, ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ ഐഡിയ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഗിവൺ ബൈ. നമുക്കറിയാം നമ്മുടെ ഭരണഘടന, അതായത് 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സർവൈവ് ചെയ്യുന്ന, ഇനി ഒരുപാട് വർഷം സർവൈവ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്ട്രോങ് ഭരണഘടന, സ്ട്രോങ് ആൻഡ് ഡൈനാമിക് ഭരണഘടന നമുക്ക് സമ്മാനിച്ചതാരാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണല്ലേ. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നിന്നുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉടലെടുത്തത്, രൂപം കൊണ്ടത്. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യക്ക് വേണമെന്ന് ആദ്യം ഡിമാൻഡ് ചെയ്ത വ്യക്തി, നോട്ട് ചെയ്യുക, ആ വ്യക്തിയുടെ പേരാണ് M.N. റോയ്, മാനവേന്ദ്ര നാഥ് റോയ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? M.N. റോയ്. അദ്ദേഹത്തെ പറ്റി ബ്രീഫായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇദ്ദേഹമാണ് M.N. റോയ്. ബംഗാളിൽ ജനിച്ച ഒരു ബംഗാൾ കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷണറി ആയിരുന്നു മാനവേന്ദ്രനാഥ് റോയ്. കേട്ടോ, അപ്പോൾ ഈ ബംഗാൾ ഭാഗത്തേക്ക് വി എന്നുള്ളത് ബി എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ വിഷ്ണു എന്നുള്ള ഒരു വിഷ്ണു എന്നാ പറയുന്നത്. മാനവേന്ദ്ര അവിടെ മാനവേന്ദ്രനാഥ് റോയ്. അദ്ദേഹത്തെ പറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം, ഹീസ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI. ഏത് വർഷമാണെന്ന് ചോദിക്കാം. വർഷം 1920. ഇന്ത്യക്ക് അകത്ത് വച്ചല്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്. ഇന്ത്യക്ക് അകത്ത് അതിനുള്ള അനുകൂല സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ടാഷ്കെൻഡിൽ വെച്ചിട്ടാണ്, സെൻട്രൽ ഏഷ്യയിലെ ടാഷ്കെൻഡിൽ വെച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ തന്നെ അതിനൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില കൂട്ടർ പറയുന്നത് 1920-ലാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്. ചില കൂട്ടർ പറയുന്നത് 1925-ലാണെന്നാണ്. കാരണം 1925 കാൺപൂർ വെച്ചൊരു സമ്മേളനത്തിൽ ഇന്ത്യക്ക് അകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു. പക്ഷെ ഒരു വിഭാഗം വിശ്വസിക്കുന്നത് 1920-ലേ സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. കേട്ടോ, അതാണ് മാനവേന്ദ്രനാഥ് റോയ്. നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ആരാണ് അദ്ദേഹം? ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്. മൗലാന അബുൽ കലാം ആസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ്. മൂപ്പര് ജനിച്ച ദിവസം ഇന്ത്യയിൽ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അറിയോ? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, മൂപ്പര് ജനിച്ച ദിവസം. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ എന്നാണ് മൂപ്പര് ജനിച്ച ദിവസം. ആ ദിവസം ഏതാണ്? പറയുക, എനിക്ക് ഉത്തരം തരിക. അടുത്തത് B.R. അംബേദ്കർ, നമുക്കറിയാം ഫാദർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, മോഡേൺ മനു എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഭീംറാവു രാംജി അംബേദ്കർ, ഡോക്ടർ B.R. അംബേദ്കർ. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ്
and how many fundamental duties are prescribed in the Constitution of India? ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ മൗലിക അവകാശങ്ങൾ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ മൗലിക കർത്തവ്യങ്ങൾ. ഒന്ന് സംസ്ഥാനത്തിനോട് പറയുമ്പോൾ, സംസ്ഥാനങ്ങളോട്, സ്റ്റേറ്റിനോട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനോട് പറയുമ്പോൾ ഒന്ന് ജനങ്ങളോടാണ് ആവശ്യപ്പെടുന്നത്. സംസ്ഥാനങ്ങളോട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോട് എന്താ ആവശ്യപ്പെടുന്നു? ജനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉറപ്പുവരുത്തുക. ജനങ്ങളോട് എന്ത് വരുന്നു? നിങ്ങൾക്ക് ചില മൗലിക കർത്തവ്യങ്ങളുണ്ട്, അത് പാലിക്കുക. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഭരണഘടന നിലവിൽ വന്നപ്പോൾ there were 7 ഫണ്ടമെന്റൽ റൈറ്റ്സ്. എത്ര? 7 ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഏതൊക്കെയാണെന്ന് അവിടെ തന്നിട്ടുണ്ട്. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലായില്ലല്ലോ. സോ അതൊരു എളുപ്പത്തിൽ ഒരു കഥ രൂപേണ പഠിക്കാനായിട്ട് ഫ്രീ ആയിട്ട് ഒരു കണ്ടന്റ് ചെയ്ത് ഓൾറെഡി നമ്മുടെ ചാനലിൽ പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിക്കാനായിട്ടും KGF-ലെ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ പോയിട്ടുണ്ട്. പിന്നെ പ്രേമം പറഞ്ഞ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ പോയിട്ടുണ്ട്. ഇതറിയാതെ വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ 3ാമത്തെ വീഡിയോയും പോയിട്ടുണ്ട്. സോ ഈ 3 വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പിന്നീട് മറന്നു പോകില്ല കേട്ടോ. അപ്പൊ 7 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? ഇന്നുള്ളത് 6 എണ്ണമാണ്. കാരണം ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഇന്ന് നിലവിലില്ല. ആർട്ടിക്കിൾ 31 കീഴിൽ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയ റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ആര് റിമൂവ് ചെയ്തു? ഒരു ഭരണഘടനാ ഭേദഗതി വെച്ച്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വെച്ച്. ഏതാണത്? 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ഏത് വർഷം? 1978 റിമൂവ് ചെയ്തു കേട്ടോ. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ്. അപ്പോൾ നിലവിൽ എത്ര എണ്ണമുണ്ട്? 6 എണ്ണമുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 51A കീഴിൽ വരുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത് ഒറിജിനൽ ഭരണഘടനയുടെ ഭാഗമായിരുന്നില്ല, പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. കാരണം 51A എന്ന് വരുന്നുണ്ട്. 51, 52, 53, 54 എന്നാണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നത്. ABC എന്നൊക്കെ പറയുമ്പോൾ ഓർത്തിരിക്കുക, അമെൻമെന്റ് പ്രകാരം ഭേദഗതി ചെയ്തു വരുത്തിയതാണ്. ഏത് അമെൻമെന്റ് ആണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് കേട്ടോ. അങ്ങനെ വരുത്തിയതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. പിന്നീടും അത് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കത് പറഞ്ഞുതരാം, ക്ലാസ്സിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിലവിൽ A മുതൽ K വരെ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണുള്ളത്. എത്ര? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പൊ നിലവിൽ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? 6. എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11. ഉത്തരം ഓപ്ഷൻ സി. ഓരോ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും ചോദിച്ചിട്ടുണ്ട് SSC പരീക്ഷകൾക്കും RRB പരീക്ഷകൾക്കും. അതായത് ആർട്ടിക്കിൾ 51A സബ് ക്ലോസ് F എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അത് ചെയ്തത് കേട്ടോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്, 15-20 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. പോയി കാണണം, തീർച്ചയായിട്ടും കാണണം. 4ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 4ാമത്തെ ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് ഡിസൈഡ്സ് വെദർ എ പെർട്ടിക്കുലർ ബിൽ ഈസ് മണി ബിൽ ഓർ നോട്ട്? മണി ബിൽ, ഒരു ബില്ല് നമ്മുടെ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന വ്യക്തി ആരാണ്? പലതരം ബില്ലുകളുണ്ട്. ഭരണഘടന ഭേദഗതി ചെയ്യാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലുകളുണ്ട്, അല്ലെങ്കിൽ മണി ബിൽ. പേര് പറയുന്ന പോലെ തന്നെ കാശിനെ സംബന്ധിച്ച, അതായത് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 110ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്ന ടാക്സേഷൻ, മറ്റ് എക്സ്പെൻഡിച്ചർ കാര്യങ്ങൾ സംബന്ധിക്കുന്ന, എക്സ്ക്ലൂസീവ്ലി അതിനെ സംബന്ധിക്കുന്ന ബില്ലാണ് മണി ബിൽ. പേര് പറയുന്ന പോലെ തന്നെ കാശിനെ സംബന്ധിച്ച ബില്ലാണ്. അപ്പോൾ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം പറയും, ഇത് മണി ബില്ലാണോ അല്ലയോ എന്ന്. അപ്പോൾ അത് മണി ബില്ലാണ് അല്ലെങ്കിൽ അല്ല എന്ന് തീരുമാനിക്കുന്ന വ്യക്തി ആരാണ്? നോട്ട് ചെയ്യുക, സ്പീക്കർ ഓഫ് ലോക്സഭ. സ്പീക്കർ ഓഫ് ലോക്സഭ. മണി ബില്ലിനൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാം 2 ഹൗസ് ഉണ്ട്, ലോക്സഭ, രാജ്യസഭ. ലോക്സഭ ഈസ് മച്ച് മോർ പവർഫുൾ ദാൻ രാജ്യസഭ. അതിലൊരു പവറാണിത്. മണി ബിൽ ക്യാൻ ഓൺലി ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ. അതുകൊണ്ടാണ് ലോക്സഭയുടെ സ്പീക്കർ തീരുമാനിക്കുന്നത് അത് മണി ബില്ലാണോ അല്ലയോ എന്ന്. 2ാമത്തെ കാര്യം, ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ എ മിനിസ്റ്റർ. ലോക്സഭയിൽ ഇരിക്കുന്ന എല്ലാവരും മന്ത്രിമാരല്ലല്ലോ, ബാക്കി എല്ലാവരും പ്രൈവറ്റ് മെമ്പേഴ്സ് അല്ലേ, കുറച്ച് പേരല്ലേ മന്ത്രിമാരായിട്ടുള്ളൂ. ജയിച്ചു പോകുന്ന എല്ലാവരും മന്ത്രിമാരാകുന്നല്ലോ. അത് ആർക്ക് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ? ഒരു മിനിസ്റ്ററിന് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ലോക്സഭയിലേക്ക് ഒരു മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാസ്സായില്ലെങ്കിൽ ഗവൺമെന്റ് താഴെ വീഴുമോ? അങ്ങനെയൊക്കെ കുറേ സംശയങ്ങളുണ്ട്. അത് നമ്മുടെ ക്ലാസ്സിൽ പലതരം ബില്ലുകളെ പറ്റിയും ഓരോ ബില്ലുകളുടെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോ തീരില്ല കേട്ടോ,
അപ്പോൾ മറ്റുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ നമ്മൾ നേരത്തെ പറഞ്ഞു, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ രണ്ടുപേരുടെയും ആർട്ടിക്കിൾ, രണ്ടുപേരും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ വരുന്നത്? എനിക്ക് ഉത്തരം കിട്ടണം. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ വരുന്നത്? എനിക്ക് ഉത്തരം കിട്ടണം കേട്ടോ. ഉത്തരം തരല്ലേ? അപ്പോൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഞാൻ പറഞ്ഞു ആർ വെങ്കട്ടരമണിയാണെന്ന്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സിംപ്ലി ക്യാഗ് എന്നറിയപ്പെടുന്നു, അദ്ദേഹത്തിന്റെ പേരാണ് ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര മുർമു. ആർട്ടിക്കിൾ നിങ്ങൾ പറഞ്ഞു തന്നെ, എല്ലാം ഞാൻ പറഞ്ഞു തരില്ല, കുറച്ച് നിങ്ങൾ എനിക്കും പറഞ്ഞു തരണം കേട്ടോ, കുറച്ച് നിങ്ങൾ എനിക്കും പറഞ്ഞു തരണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ലോക്സഭയിലെ സ്പീക്കറാണ് ഡിസൈഡ് ചെയ്തതെന്ന് പറഞ്ഞു. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് 17ാമത്തെ ലോക്സഭയാണ്. ഇലക്ഷൻ നടന്ന് ജയിച്ച മെമ്പേഴ്സ് വരുമ്പോൾ അത് 18ാമത്തെ ലോക്സഭയാവും. 17ാമത്തെ ലോക്സഭയുടെ സ്പീക്കർ ആരാണ്? അദ്ദേഹത്തിന്റെ പേര് ഓം ബിർള. ഇദ്ദേഹമാണ് അദ്ദേഹം. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ വ്യക്തിയെ ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഓം ബിർള രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നും, കോട്ട നിങ്ങൾക്കറിയാം, കോട്ട ഫാക്ടറി ഒക്കെ കേട്ടിട്ടില്ലേ? കോട്ടയിൽ നിന്നും ജയിച്ചാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് വന്നത്. ഈ ഇലക്ഷനും അദ്ദേഹം നിൽക്കുന്നുണ്ട്. മൂപ്പര് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ വീണ്ടും സ്പീക്കർ ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയണം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 5ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇയർ were the islands of Lakshadweep, Minikoy and Amindivi changed into Union Territory of Lakshadweep by an act of parliament? നമുക്കറിയാം ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ കേസുകളൊക്കെ വരുന്നത് നമ്മുടെ കേരള ഹൈക്കോടതിയിലേക്ക് തന്നെയാണ് അല്ലേ. ഈ ലക്ഷദ്വീപ് എന്ന പേര് കിട്ടി, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അങ്ങനെ ആയി മാറിയത് ഏത് വർഷമാണ്? 1973-ലാണ്. അതിനു മുമ്പ് അത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ലക്ഷദ്വീപ്, മിനിക്കോയ് ആൻഡ് അമിൻദിവി ഐലൻഡ്സ് എന്നാണ്. ഇതൊക്കെ ഈ പറയുന്ന ലക്ഷദ്വീപിൻ്റെ അകത്തുള്ള ലക്ഷം ദ്വീപുകളിൽ, ലക്ഷം എന്നുള്ളത് കുറച്ച് എക്സാജറേറ്റഡ് ആണ്, എന്നാലും ഒരുപാട് ദ്വീപുകളിൽ ചില പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. ഇന്നും ലക്ഷദ്വീപ് സീനെ ലക്കദ്വീപ് സീ എന്ന് വിളിക്കുന്ന പല ആൾക്കാരുണ്ട്. സോ ആ പേര് മാറിയത് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത്രയും ഫാക്ച്വൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വർഷം 1973. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം പിടിച്ചോ. ഇന്ത്യൻ ഭരണഘടന വന്നതിന് ശേഷം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പേരുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 2, 3, 4 ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും കേട്ടോ, എങ്ങനെയൊക്കെയാണ് പേര് മാറ്റേണ്ടതെന്ന് നമ്മൾ പഠിക്കും, ക്ലാസ്സിൽ പഠിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം, ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഹാവ് എ ന്യൂ നെയിം, ആദ്യമായിട്ട് പേര് മാറ്റിയ സംസ്ഥാനം ഉത്തർപ്രദേശ് 1950. പണ്ടത്തെ പേര് UP എന്ന് തന്നെയായിരുന്നു, പക്ഷേ യുണൈറ്റഡ് പ്രൊവിൻസ് എന്നായിരുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്. പിന്നീട് പല സംസ്ഥാനങ്ങളും പേര് മാറ്റി. നമുക്കറിയാം മദ്രാസ് തമിഴ്നാടായി വർഷം 1969. 1973 മൈസൂർ കർണാടകയായി. അതേ വർഷം ലക്ഷദ്വീപ്, മിനിക്കോയ്, അമൻദിവി ലക്ഷദ്വീപായി. യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹിയെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന് വിളിച്ചു, NCT 1992. ഏത് അമെൻമെന്റ് പ്രകാരമാണെന്ന് ചോദിക്കും, കാരണം അത് നമ്മുടെ ക്യാപിറ്റലാണ്. ആ അമെൻമെന്റ് നോട്ട് ചെയ്യുക. 69th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1991. 69ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തിനെ സംബന്ധിച്ചാണ്? ഡൽഹിയുടെ പേര് മാറ്റി. ഡൽഹിയെ സംബന്ധിച്ചാണ് കേട്ടോ, യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹിയെ സംബന്ധിച്ചാണ്. 2006 ഉത്തരാഞ്ചൽ ഉത്തരാഖണ്ഡായി. പിന്നെ 2006 പോണ്ടിച്ചേരി പുതുച്ചേരിയായി. നമ്മൾ പറയില്ലേ പോണ്ടിച്ചേരി പോണെന്ന്, പുതുച്ചേരി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിലെ ഒരു ഭാഗമാണ് പോണ്ടിച്ചേരി. ഏറ്റവും പുതിയതായിട്ട് പേര് മാറ്റിയത്, അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 2011 ഒറീസ ബിക്കെയിം ഒഡീഷ. നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും അല്ലേ, ചില സോഴ്സിൽ ഒറീസ എന്ന് പറയും, കുറച്ച് പഴയ NCERT വായിക്കുമ്പോൾ ഒറീസ എന്ന് പറയും, ഇപ്പോൾ അത് ഒഡീഷ എന്ന് പറയും, പഴയ മാപ്പുകളിൽ ഒറീസ എന്ന് പറയും. കാരണമൊന്നുമില്ല, 2011 ഒരു പേര് മാറ്റി, ഒറീസ ബിക്കെയിം ഒഡീഷ കേട്ടോ. 2011 ആദ്യം മാറിയത് ഉത്തർപ്രദേശ്, അവസാനം മാറിയത് ഒഡീഷ അല്ലെങ്കിൽ ഒറീസ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, എൻഷ്റൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ബോറോഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്. ഇന്ത്യൻ ഭരണഘടനയെ പറ്റി അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, വി റാൻസാക്ഡ് ഓൾമോസ്റ്റ് ഓൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. നമ്മൾ മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനകളെ കൊള്ളയടിച്ചുകൊണ്ട് അവരിൽ നിന്നും നല്ല മൂല്യങ്ങൾ കവർന്നെടുത്തു, ആ ആശയം ഉൾക്കൊണ്ടു, എന്നിട്ട് അതിനെ ഇന്ത്യനൈസ് ചെയ്തു, ഇന്ത്യവൽക്കരിച്ച് നമ്മുടെ ഭരണഘടനയിലേക്ക് കൊണ്ടുവന്നു എന്ന് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ പല ഭരണഘടനകളിൽ നമ്മൾ ഒരുപാട് മൂല്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ഈ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ കടം കൊണ്ടത് എവിടെ നിന്നാണെന്നാണ് ചോദ്യം. ഉത്തരം ഫ്രാൻസ്. നമ്മുടെ ഇമ്മാനുവൽ മക്രോന്റെ ഫ്രാൻസ്, നമ്മുടെ കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ്, അർജന്റീന ഫാൻസിന് ഇഷ്ടമല്ലാത്ത ഫ്രാൻസ് കേട്ടോ.
അപ്പോൾ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നത് ദ ഐഡിയൽസ് ഓഫ് റിപ്പബ്ലിക്. ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക് അല്ലേ? നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എലക്റ്റഡ് ആണ്. ഫ്രാൻസിനെ ഫ്രഞ്ച് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്ന ചരിത്രം നിങ്ങൾ ലോകമഹാ യുദ്ധങ്ങളൊക്കെ പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നെപ്പോളിയൻ്റെ ഒക്കെ സമയത്ത് ഫസ്റ്റ് ഫ്രഞ്ച് റിപ്പബ്ലിക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഫ്രാൻസ്, ദ ഐഡിയൽ ഓഫ് റിപ്പബ്ലിക് ഇൻ ദ പ്രിയാമ്പിൾ ആൻഡ് ദ ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. കേട്ടോ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അത് ഫ്രാൻസിൽ നിന്നുമാണ്. മറ്റുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ജപ്പാൻ, USA, സോവിയറ്റ് യൂണിയൻ. ഇവിടെ നിന്നൊക്കെ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ജപ്പാനിൽ നിന്നും എടുത്തത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അതായത് ഒരു നിയമം പാസ്സാക്കി, ആ നിയമത്തിൽ പറയുന്ന പ്രൊസീജിയർ ഇങ്ങനെയാണ്, ആദ്യം ഇങ്ങനെ, രണ്ടാമത് ഇങ്ങനെ, മൂന്നാമത് ഇങ്ങനെ, ഇതിങ്ങനെയാണെങ്കിൽ ഇന്നത്, അതേ പ്രൊസീജിയറിനനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നമ്മുടെ ജുഡീഷ്യറി ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിയമത്തിനനുസരിച്ച് ചെയ്യുമെന്ന് പറയും. ആ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ജപ്പാനിൽ നിന്നുമാണ് വന്നത്. മറ്റൊരു ടൈമാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. എന്താണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ? സോ നിയമം പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോക്കാതെ അതിലൊരു മനുഷ്യത്വം നോക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് നമ്മൾ ചെകഞ്ഞു നോക്കുന്ന സാധനമാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. അത് അമേരിക്കയിൽ നിന്നുമാണ്, USA. USA നിന്ന് പിന്നെ ഒരുപാട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലികാവകാശങ്ങൾ. അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നുമാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വന്നത്. പ്രിയാമ്പിൾ, നമ്മുടെ ഭരണഘടനയുടെ ആമുഖം. പ്രസിഡന്റ് എന്ന് പറയുന്ന സാധനം, വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റ്, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് റിമൂവ് ചെയ്യുന്നത്. നമ്മുടെ ഡൊണാൾഡ് ട്രംപിനേക്ക് ഇംപീച്ച് ചെയ്യാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തത് അമേരിക്കയിൽ നിന്നുമാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നും, അതായത് പഴയ സോവിയറ്റ് യൂണിയൻ 1990കളുടെ തുടക്കത്തിൽ വിഘടിച്ച് റഷ്യയും പല പല രാജ്യങ്ങളുമായിട്ട് മാറി. സോ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് നമ്മൾ എടുത്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ. പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്, നമ്മുടെ പ്രിയാമ്പിളിൽ പറയില്ലേ, സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നൊക്കെ നമ്മുടെ പ്രിയാമ്പിളിൽ പറയും. ഈ സാധനം എടുത്ത് എവിടെ നിന്നാണ്? നമ്മൾ കടം കൊണ്ടതാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നും. അപ്പം നിങ്ങളിൽ പലർക്കും തോന്നും അപ്പം എന്താ നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ഇല്ലെന്ന്. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ലോകത്ത് നടക്കുന്ന നല്ല കാര്യങ്ങളെടുത്ത് നമ്മുടെ കൾച്ചറിന്, നമ്മുടെ അന്നത്തെ സാമ്പത്തിക ശേഷിക്കും അനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്തു. അതാണ് ഈ 3 വർഷത്തിൽ 1946 രൂപം കൊണ്ട് 1950 നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭരണഘടന തന്നു, ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. സോ അവരുടെ വർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കോപ്പി അടിച്ച് പാസ്സായി എന്നൊന്നും പറയാൻ നിൽക്കണ്ട. നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യ ഫോം ചെയ്ത് ചില വർഷങ്ങൾക്കുള്ളിൽ വിഘടിച്ചു പോകും, ഇല്ലാതെ പോകും എന്ന് പറഞ്ഞവർ, ഇന്ത്യക്കാർ പറഞ്ഞു, ഫോറിനേഴ്സും പറഞ്ഞു. ഇന്ത്യ വിഘടിച്ചിട്ടില്ല, ഇന്ത്യൻ ഭരണഘടന തകർന്നിട്ടില്ല, ഇന്ത്യയിൽ ഇന്നും ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടായിട്ടില്ല. കാരണം ഭരണഘടന അത്രത്തോളം സ്ട്രോങ് ആണ്, അല്ലേ? അത്രത്തോളം സ്ട്രോങ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, 7ാമത്തെ ചോദ്യം. ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അറ്റ് പ്രസന്റ്? കറന്റ്ലി ദർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകളുടെ എണ്ണം നിങ്ങൾക്കറിയാം. ഉത്തരം എന്താണ്? 12 ആണ്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 അല്ലേ? അന്ന് 8 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. എത്ര? 8 ഷെഡ്യൂളുകൾ. ഇന്ന് 2024 വർഷങ്ങൾക്ക് ശേഷം. ഇന്ന് എത്രയുണ്ട്? 12 ഷെഡ്യൂളുകളുണ്ട്. 4 അഡീഷണൽ ഷെഡ്യൂളുകൾ വന്നു. ഈ ഷെഡ്യൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിലുള്ള ആർട്ടിക്കിളുകളില്ലേ, അനുച്ഛേദങ്ങൾ, അതിനെ കൂടാതെയുള്ള കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഷെഡ്യൂളുകളിലുള്ളത്. ആർട്ടിക്കിളിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു 1950? 395. ഇന്ന് 448 ആർട്ടിക്കിളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവസാനത്തെ ആർട്ടിക്കിൾ 395 അല്ലാതെ 396, 97, 98, 400, 401 വന്നിട്ടില്ല. എന്താ വന്നത്? 30ന്റെ കൂടെ 30 ABC വന്നിട്ടുണ്ടാവും, 31ന്റെ കൂടെ 31 ABC വന്നിട്ടുണ്ടാവും. അങ്ങനെ ABCDEFGH വന്നപ്പോഴാണ് 448 ആയത്. കേട്ടോ, ഈ ആർട്ടിക്കിളുകൾ പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ അടുക്കി വയ്ക്കും. പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പല ഭാഗങ്ങളായിട്ട് അടുക്കി വയ്ക്കും. നമ്മുടെ സൈലം SSC ആൻഡ് RRBയുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് പോളിറ്റിയുടെയും ഹിസ്റ്ററിയുടെയും കുറേ ഫ്രീ ലെക്ചേഴ്സ് അതിൽ തന്നിട്ടുണ്ട്. ഫ്രീ ക്ലാസ്സുകളാണ്. അതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ടുകളെ പറ്റി, ഷെഡ്യൂളുകളെ പറ്റി എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ള വീഡിയോ ഉണ്ട്. കേട്ടോ, ഫ്രീ ആണ്. ഇനി പറഞ്ഞില്ല എന്ന് പറയരുത്, ഫ്രീ ആണ്. അപ്പോൾ ഈ ആർട്ടിക്കിളുകൾ നമ്മൾ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ അടുക്കി പെറുക്കി വെക്കുന്ന പോലെ ഇങ്ങനെ അടുക്കി വെക്കും. അതിനെയാണ് പാർട്സ് എന്ന് വിളിക്കുന്നത്. പാർട്സ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പാർട്ട് 5 ഡീൽസ് വിത്ത് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞില്ലേ പ്രസിഡന്റിനെ പഠിച്ചപ്പോൾ. 395 ആർട്ടിക്കിളുകളെ ദേ അറേഞ്ച്ഡ് ഇൻ ടു 22 പാർട്സ്. 448 ആയപ്പോൾ എണ്ണം കൂടി. നൗ ദർ ആർ 25 പാർട്സ്. ഇതൊരു സ്ഥിരം വേട്ടമൃഗമാണ് ഈ ടേബിളിൽ.
അത് PSC പരീക്ഷ ആയിക്കോട്ടെ, SSC പരീക്ഷ ആയിക്കോട്ടെ, RRB പരീക്ഷ ആയിക്കോട്ടെ, സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒറിജിനലി എത്ര, ഇപ്പോഴെത്ര, ഒറിജിനലി എത്ര, ഇപ്പോഴെത്ര, നോട്ട് ചെയ്യുക കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ദാ 25 പാർട്ടുകൾ, അതുപോലെ 12 ഷെഡ്യൂൾസ്, 1 മുതൽ 12 വരെയുള്ള ഓരോ ഷെഡ്യൂളും അതിൻ്റെ കണ്ടന്റും നമ്മൾ അറിഞ്ഞിരിക്കണം. പാർട്ടുകളിൽ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു 10ഓ 12 നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം അറിഞ്ഞില്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ളത് അറിഞ്ഞാൽ മതി. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു റിവിഷൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ PYQ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിൽ കവർ ചെയ്യാൻ കഴിയില്ല. കാരണം ടൈം ലിമിറ്റ് ഉണ്ട്. 2 മണിക്കൂറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? പിന്നെ എനിക്ക് വേറെ പണിയില്ല, 2 മണിക്കൂറിൻ്റെ വീഡിയോ കാണണമെന്ന് ചോദിക്കില്ലേ? അതുകൊണ്ടാണ് കേട്ടോ. 8ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. Which is the first Indian state to ratify the GST Constitution Amendment Bill? ഞാൻ പറഞ്ഞില്ലേ പല ബില്ലുകളുണ്ട്. മണി ബില്ലുണ്ട്, ഓർഡിനറി ബില്ലുണ്ട്, ഭരണഘടനയെ അമെൻഡ് ചെയ്യാനുള്ള ബില്ലുണ്ടെന്ന്. അതുപോലെ ഒരു സാധനമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ. അതിന് എക്സാമ്പിൾ എന്താണ്? GST. ഇനി മറക്കില്ലല്ലോ. റീസെന്റ് പാസ് ചെയ്ത പാർലമെന്റ് ഓഫ് ഇന്ത്യ. റീസെന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. 2017 GST നിലവിൽ വന്നത്. അപ്പോൾ അന്ന് എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ സാധനങ്ങൾ ഫെഡറലിസ്റ്റിൽ വരുന്നൊരു സാധനമാണ്. സ്റ്റേറ്റുകളുടെ അവകാശങ്ങൾ കൈ കടത്തി എന്നുള്ളതായിരുന്നു GST പറ്റിയുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം. അപ്പോൾ ഇന്ത്യയിലെ പകുതിയോളം സ്റ്റേറ്റുകൾ ആ ബില്ലിനെ അംഗീകരിക്കണം, എന്നിരുന്നാൽ മാത്രമേ നിലവിൽ വരികയുള്ളൂ. അങ്ങനെ ആദ്യമായിട്ട് അംഗീകരിച്ച സംസ്ഥാനമാണ് ആദ്യം ആസാം കേട്ടോ. ആസാമാണ് ആദ്യമായിട്ട് GST കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പാർലമെന്റ് പാസ്സാക്കിയതിനു ശേഷം ആദ്യമായിട്ട് ഇതിനെ അംഗീകരിച്ച സ്റ്റേറ്റ് ആസാമാണ്. ഇനി GST എന്ന് പറയുന്ന സാധനം ഇപ്പോഴും വാർത്തയിലുണ്ട്. ആദ്യമായി GST ഇംപ്ലിമെന്റ് ചെയ്ത രാജ്യം ഇന്ത്യയല്ല. അതേതാണ്? ഫ്രാൻസ്. നേരത്തെ പറഞ്ഞ ഇമ്മാനുവൽ മാക്രോന്റെ ഫ്രാൻസ് കേട്ടോ. ഇന്ന് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ GST ഉണ്ട്, ഇന്ത്യയും അതിലൊരു രാജ്യമാണ്. അപ്പോൾ ആദ്യത്തെ സംസ്ഥാനം ഏത്? ആ ബില്ലിനെ അക്സെപ്റ്റ് ചെയ്തത് അസാമാണ്. ആദ്യത്തെ രാജ്യം GST കൊണ്ടുവന്നത് ഫ്രാൻസ് ആണ്. സോ ഓഗസ്റ്റ് മാസം 2016 അസാം അങ്ങനെ ആ ബില്ലിനെ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ആദ്യത്തെ സംസ്ഥാനമായി. പിന്നീട് വന്നതാണ് ബീഹാർ, പിന്നീട് വന്നതാണ് ജാർഖണ്ഡ് കേട്ടോ. ബീഹാറും ജാർഖണ്ഡും, അസം, ബീഹാർ, ജാർഖണ്ഡ്, ഇതാണ് ആദ്യത്തെ 3 സംസ്ഥാനങ്ങൾ GST ബില്ലിനെ അക്സെപ്റ്റ് ചെയ്തവർ. ഓർക്കേണ്ട കാര്യം, ഓഗസ്റ്റ് മാസം 8-ാം തീയതി ലോക്സഭ പാസ്സാക്കി. 3-ാം തീയതി ഓൾറെഡി രാജ്യസഭയിൽ നിന്ന് പാസ്സായിരുന്നു. രാജ്യസഭയിൽ നിന്ന് പാസ്സായി ലോക്സഭയിലേക്ക് പോയി. പിന്നീട് സംസ്ഥാനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു കേട്ടോ. പ്രസിഡന്റിന്റെ അസന്റ് കിട്ടി, ഗസറ്റിൽ വന്നു. പിന്നെ ഇത്രയും പകുതിയോളം സംസ്ഥാനങ്ങൾ അക്സെപ്റ്റ് ചെയ്തപ്പോൾ അതൊരു ബില്ല് മാറി ആക്റ്റായിട്ട് നിലവിൽ വന്നു. അങ്ങനെ GST നിലവിൽ വന്ന ദിവസം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോട്ട് ചെയ്തോളുക, നോട്ട് ചെയ്യുക. 1 ജൂലൈ 2017. ജൂലൈ 2017, ജൂലൈ 1-ാം തീയതി 2017 കേട്ടോ. 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ബോറോഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്. അതും കടം കൊണ്ടതാണ്, തെറ്റിദ്ധരിക്കരുത്. അതും കടമെടുത്താണ്. അത് കടമെടുത്തത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം. അയർലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ്. 2 ഭാഗങ്ങളുണ്ട്. നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് ബ്രിട്ടന്റെ കൂടെയാണ്, യുണൈറ്റഡ് കിങ്ഡത്തിന്റെ കൂടെയാണ്. ആ പേര് ഫുള്ള് നോക്കുക, യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്നാണ് പേര്. നമ്മുടെ ഋഷി സുനാക് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആ ഒരു കൂട്ടായ്മ കേട്ടോ. മറ്റേ ഭാഗം റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ആണ്. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന്റെ ക്യാപിറ്റൽ എവിടെയാണ്? ഞാൻ പറഞ്ഞുതരാം, ഡബ്ലിൻ ആണ്. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. കാരണം ഇതൊരു റീസെന്റ് അപ്പോയിന്റ്മെന്റ് ആണ്. ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള വ്യക്തി ഉണ്ടായിരുന്നു. ആളുടെ പേര് ലിയോ വരേദ്കർ. സ്പെല്ലിംഗ് തെറ്റിയെന്ന് തോന്നുന്നു. ലിയോ വരേദ്കർ. അദ്ദേഹം റിസൈൻ ചെയ്തിട്ട് പുതിയൊരു വ്യക്തി അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്ററായി. ആ വ്യക്തി ആരാണെന്ന് പറയുക കേട്ടോ. അപ്പോൾ അയർലൻഡിൽ നിന്നുമാണ് DPSP നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഈ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ DPSP ആക്ച്വലി സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തതാണ്. മനസ്സിലായോ? ഇതിന്റെ ഒറിജിൻ സ്പാനിഷ് ആണ്. അതിൽ നിന്നും അയർലൻഡ് എടുത്തു. ഇന്ത്യ എവിടെ നിന്നും എടുത്തു? അയർലൻഡിൽ നിന്നുമാണ് എടുത്തത് കേട്ടോ. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തത്. DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാമത്തെ ഭാഗത്ത് വരുന്നതാണ്. സോ ഞാൻ വീണ്ടും പറയുകയാണ്, പാർട്സ് കാണാൻ വേണ്ടി ആപ്ലിക്കേഷനിൽ പോയി നിങ്ങൾ ആ വീഡിയോ കാണുക കേട്ടോ. വളരെ എളുപ്പമാണ്. ഒരു അടിപൊളി കോഡ് തന്നിട്ടുണ്ട്. DPSP ഏതൊക്കെ ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. 51A നമ്മൾ ഓൾറെഡി പഠിച്ചു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലേ?
ക്ലിയർ ആണല്ലോ? ഇന്നത്തെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഓൺ വിച്ച് ഡേ വാസ് ദ നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ്? നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ ഏതാണ്? ഇതാ ഈ സാധനമാണല്ലേ. നമുക്കറിയാം 4 വശങ്ങളിലേക്കുള്ള ലൈൻസ്. നമ്മുടെ നാഷണൽ എംബ്ലത്തിൽ ഇതാ 3 പേരെ കാണാൻ കഴിയും. 3 പേരെ കാണാൻ കഴിയും. ആ ഒരു ഫിഗർ പ്ലസ് സത്യമേവ ജയതേ എന്ന് പറയുന്ന മോട്ടോ ചേർന്നാണ് നമ്മുടെ നാഷണൽ എംബ്ലം. ഈ ഒരു സാധനം അത് നമ്മൾ ഡിസൈൻ ചെയ്ത് കണ്ടുപിടിച്ചതല്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം നാഷണൽ എംബ്ലം വേണം അതുകൊണ്ട് ഡിസൈൻ ചെയ്യുക, കോമ്പറ്റീഷൻ നടത്തി, അങ്ങനെയൊന്നുമല്ല. ഇത് സാർനാഥിൽ നിന്നും, ഉത്തർപ്രദേശിലുള്ള ഒരു സ്ഥലമാണ് സാർനാഥ്. സാർനാഥിൽ നിന്നൊരു പില്ലർ കിട്ടി, അശോകന്റെ പില്ലർ. അതിനെ വിളിക്കുന്നത് ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക എന്നാണ്. അശോകനെ നമുക്കറിയാം മൗര്യ രാജാവാണ് അല്ലേ, നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. മൗര്യ രാജാവാണ്. അദ്ദേഹത്തിന്റെ പില്ലർ എവിടെ? സാർനാഥ്. സാർനാഥ് എവിടെയാണ്? ഉത്തർപ്രദേശ്. ആ പില്ലറിൽ നിന്നുമാണ് ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ദിവസം നോട്ട് ചെയ്യുക, 26 ജാനുവരി 1950. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? ഭരണഘടന നിലവിൽ വന്ന ദിവസം. സത്യമേവ ജയതേ നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഒരു ഉപനിഷത്തിൽ നിന്നും കടം കൊണ്ടതാണ്. അതിന്റെ പേരേതാണ്? മുണ്ടക ഉപനിഷത്ത്. മുണ്ടക ഉപനിഷത്ത് ഈസ് പാർട്ട് ഓഫ് അഥർവവേദ. അഥർവവേദത്തിന്റെ ഭാഗമായിട്ടുള്ള മുണ്ടക ഉപനിഷത്തിൽ നിന്നുമാണ് സുഹൃത്തുക്കളെ നമ്മുടെ സത്യമേവ ജയതേ അല്ലെങ്കിൽ ട്രൂത്ത് എലോൺ ട്രയംസ് എന്ന് പറയുന്ന വാചകം കടം കൊണ്ടത്. അപ്പോൾ ഏത് ദിവസമാണ്? 26 ജാനുവരി 1950 ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഫ്രീ സീരീസ് കണ്ടിന്യൂ ചെയ്യും, പേടിക്കേണ്ട കാര്യമില്ല. ക്വാളിറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. നമ്മൾ പഠിക്കാൻ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടൊരു പ്ലാൻ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നല്ലപോലെ പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ വർഷം തന്നെ നമുക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി എഴുതിയെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്.